ഒരു മുഴുനീള ആക്ഷൻ മാസ് ചിത്രം, അതും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഫൈറ്റ് സീക്വൻസസ്. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം തമിഴ് സിനിമാ മേഖലയിൽ തൊപ്പിയണിയുന്ന സംവിധായകൻ, കഴിവുറ്റ 2 യുവതാരങ്ങളുടെ മികച്ച പ്രകടനം. சரிடா, இந்த போர் ஆரம்பிக்கிறது நீ. இதுக்கப்புறம் நடக்க போறதுக்கு நான் பொறுப்பில்லை. 2017 ദുൽഖർ സൽമാനെ നായകനാക്കി 4 വ്യത്യസ്ത കഥകളെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സോളോ എന്ന ചിത്രം സംവിധാനം ചെയ്ത് കയ്യടി നേടിയ ബിജോയ് നമ്പ്യാർ 2005 മോഹൻലാലിനെയും ജൂഹി ബാബറെയും പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നിർമ്മിച്ച റിഫ്ലക്ഷൻസ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ വന്ന യുവ സംവിധായകന്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ തമിഴ് ഹിന്ദി ബൈലിംഗ്വൽ ചിത്രം പോര് റിലീസിനായി ഒരുങ്ങുകയാണ്. ചെറുപ്പം മുതലേ സിനിമാ ലോകത്തിന് പരിചിതമായുള്ള കുടുംബ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആക്ടർ കാളിദാസ് ജയറാം, ശബ്ദം കൊണ്ട് ശ്രദ്ധ നേടിയ മികച്ച വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള തമിഴ് നടൻ അർജുൻ ദാസ്, ഇവരാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഘർഷങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു മുഴുനീള ആക്ഷൻ ചിത്രമാണ് പോര്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിൽ ഹർഷവർദ്ധൻ റാണയും ഇഹാൻ ഭട്ടുമാണ് നായകന്മാരായി എത്തുന്നത്. നികിത ദത്തയും TJ ഭാനുവുമാണ് ഹിന്ദിയിൽ നായികമാരായി എത്തുന്നത്. തമിഴിലും TJ ഭാനുവും നികിത ദത്തയ്ക്ക് പകരം സഞ്ജന നടരാജനുമാണ് നായികയാക്കുന്നത്. ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ യൂത്ത് ഡ്രാമയായി എത്തുന്ന ചിത്രം തമിഴിൽ പോർ എന്ന പേരിലാണെങ്കിൽ ഹിന്ദിയിൽ ഡങ്കെ എന്ന പേരിലാണ് എത്തുക. ഒരേ സമയം 2 ഭാഷയിലായാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. 2 ചിത്രങ്ങളുടെയും ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. സീരീസ് ഫിലിംസും ഗെറ്റ് അവേ പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളായ അർജുൻ ദാസും കാളിദാസും തമ്മിലുള്ള പോര് തന്നെയാണ് ചിത്രത്തിൽ മുഴുനീളെ കാണിക്കുന്നതെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ്. സംഘർഷം മാത്രമല്ല, 2 പേരുടെയും പ്രണയവും കോളേജ് ജീവിതവും ഒക്കെ കാണിക്കുന്ന മാസ് ആക്ഷൻ എന്റർടൈനർ ആകും ചിത്രമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അർജുൻ ദാസിന്റെ കഥാപാത്രം കാളിദാസിന്റെ കഥാപാത്രത്തോട് വഴക്കിടാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ടീസറിന്റെ അവസാനത്തിൽ വഴക്ക് തുടങ്ങി വെച്ചത് നീയാണ്, അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല എന്നും പറയുന്നുണ്ട്. അർജുനും കാളിദാസും വില്ലനാണോ നായകനാണോ എന്നതുപോലും വ്യക്തമല്ല. കാളിദാസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ക്യാരക്ടർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നും അർജുൻ ദാസ് മാസ് ഹീറോ ആകാൻ പറ്റിയ ആളാണെന്നും ടീസറിന് താഴെ മലയാളികളടക്കം ഒട്ടനവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കാളിദാസും അർജുൻ ദാസും കോളേജിൽ വെച്ച് പൊരിഞ്ഞ അടിയായിരുന്നു എന്നും കമന്റുകൾ വരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.